ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണിത്. അപ്പോൾ നമുക്ക് ഈ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട്, അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യണം. 2 മിനിറ്റോളം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. വിസ്ക് ആയാലും ഫോർക്ക് ആയാലും കുഴപ്പമില്ല, 2 മിനിറ്റ് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പാൽ കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോഴാണ് പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് പൊറോട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീറ്റ് ചെയ്യാം. ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൊറോട്ട അധിക സമയം വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ആയാലും ബട്ടർ ആയാലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്, ഓൾ പർപ്പസ് ഫ്ലോർ. അത് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നന്നായി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കയ്യിൽ ഒട്ടുന്നൊരു പരുവത്തിലായിരിക്കും. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടപ്പോൾ കയ്യിലൊക്കെ നല്ല ഒട്ടുന്ന പരുവത്തിലാണ്, കുഴപ്പമില്ല. ഇനി കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. നിങ്ങളെ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നെന്ന് തോന്നിയാൽ കുറച്ച് കയ്യിൽ ഓയിലാക്കിക്കൊണ്ടു എന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നാലും ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. 5 മിനിറ്റ് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, കയ്യിൽ ഒട്ടുന്ന പരുവൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ആയി കിട്ടിയാൽ മതി. ഞാൻ 5 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ ഈ മാവിൻ്റെ എല്ലാത്തും ആക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റായി കിട്ടും ഈ ഡോ. 5 മിനിറ്റിന് ശേഷം കണ്ടോ, നമ്മുടെ ഡോ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ പരത്തിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ വേണം ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ ഒരു 8 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും നമുക്ക് പരത്തിയെടുക്കാം. ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊടിയിട്ട് പരത്തരുത്, ഓയിൽ ഒഴിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന അത്രയും വലുപ്പത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഒരെണ്ണം ഇങ്ങനെ പരത്തിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. വീണ്ടും ഒന്നെടുത്ത് പരത്താം. ഇങ്ങനെ പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ചതിന് മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 4 ചപ്പാത്തി പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 4 ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പൊറോട്ടയ്ക്ക് അത്യാവശ്യം ഓയിൽ വേണം. എന്നിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും പരത്തിയെടുക്കാം കേട്ടോ. ഇനി 4 ചപ്പാത്തി നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. നിങ്ങൾക്ക് എത്ര തിന്നായി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. ഇപ്പോൾ 4 ചപ്പാത്തി ഞാനിങ്ങനെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓയിൽ എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇനി ഇതെങ്ങനെ റോൾ ചെയ്തെടുക്കാം. പതിയെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം.
ഇത് മാറ്റി വയ്ക്കാം. അടുത്ത ചപ്പാത്തി നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. ഓരോ ചപ്പാത്തി വീതം പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു ചപ്പാത്തിയുടെ മുകളിലായിട്ട് അടുത്ത ചപ്പാത്തിയും വെച്ച് അങ്ങനെ 4 എണ്ണം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ റെഡിയാക്കിയതുപോലെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം റോൾ ചെയ്തതില്ലേ അത് ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലുള്ള പൊറാട്ടയാണോ വേണ്ടത് അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞി പൊറാട്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ ബോൾസാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുക്കാം. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊറാട്ടയുടെ റെസിപ്പിയാണിത്. ഈ ഒരു അളവ് വെച്ചിട്ട് 18 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഓരോ ബോൾ വീതം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കട്ടി തന്നെ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കനം കുറഞ്ഞ് പരത്തിയെടുക്കരുത്. കട്ടിയിൽ പരത്തിയെടുക്കുമ്പോഴാണ് ഈ പൊറാട്ടയ്ക്ക് ടേസ്റ്റ് കൂടുതൽ. ഇങ്ങനെയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയതിന് ശേഷം ഈ പൊറാട്ട ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി പൊറോട്ട ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് കേട്ടോ. തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് നമുക്ക് പൊറോട്ട ഇങ്ങനെ ചുട്ടെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക. കളർ മാറി വരുമ്പോൾ നമുക്കിതിന് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതാ പൊറോട്ട ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് വീണ്ടും എല്ലാ പൊറോട്ടയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പൊറോട്ടയും ഇതേപോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ 4 പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി പൊറോട്ട നമുക്ക് കൈ കൊണ്ട് ചൂടോടെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇങ്ങനെ അടിക്കുമ്പോഴേ പൊറോട്ട നല്ല ലെയറായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയർ ആയിട്ടുള്ള പൊറോട്ട കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പൊറോട്ടയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ്സ് അറിയിക്കണേ. അങ്ങനെ എല്ലാ പൊറോട്ടയും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. Thank you for watching.